അടിപൊളിയായിട്ട് സൺഫ്ലവർ പോലെ ഭയങ്കര വലിപ്പത്തിൽ പൂക്കളുണ്ടാകുന്ന വളരെയേറെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണ് നമ്മുടെ ഡാലിയ എന്ന് പറയുന്നത്. പ്രധാനമായും ഇതിൻ്റെ അരി, അതേപോലെ തന്നെ ചൂടിലുണ്ടാകുന്ന കിഴങ്ങുകൾ, അതേപോലെ തന്നെ ഇതിൻ്റെ തണ്ട് പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടും നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തണ്ട് കട്ട് ചെയ്ത് വെക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു കുഴപ്പമെന്ന് പറയുന്നത് അങ്ങനെ ഉണ്ടാകുന്ന ചെടികളിലെ ഫ്ലവറിൻ്റെ വലിപ്പം ഒറിജിനൽ ഫ്ലവറിൻ്റെ വലിപ്പത്തെക്കാട്ടിലും കുറച്ച് കുറവായിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാലും നമുക്ക് പട്ടപട്ടാന്ന് നമുക്ക് ധാരാളം തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. കിഴങ്ങാണ് വെക്കുന്നതെന്നൊരിൽ ഡയറക്റ്റ് കിഴങ്ങ് മാത്രം വെക്കാതെ ആ മുകുളം കൂടി വരുന്ന രീതിയിൽ, അല്ലെങ്കിൽ ചെറിയ അതിനോട് ചേർന്നിട്ടുള്ള ആ തണ്ടുകൂടി വരുന്ന രീതിയിൽ നമ്മൾ വെക്കാൻ ശ്രദ്ധിക്കണം. ഇത്തരമാണ് അതിനെ പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന മെത്തേഡ് എന്ന് പറയുന്നത്. വെള്ളം അധികം വേണ്ട, എന്നാൽ വെള്ളം ആ ചെടി വാടാത്ത രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്താനും കൂടി ശ്രദ്ധിക്കണം. ഇതിൻ്റെ വളപ്രയോഗവും കാര്യങ്ങളെന്ന് പറയുന്നത് ധാരാളം വളങ്ങളൊന്നും വാരിക്കോരി കൊടുക്കേണ്ട ആവശ്യമില്ല. നടുന്ന സമയത്ത് നന്നായി കൊടുക്കുന്ന അടിവളം കൊണ്ട് തന്നെ ചെടി നല്ല രീതിയിൽ വളർന്നു കയറുകയും അതേപോലെ തന്നെ ഫ്ലവറിൻ്റെ സ്റ്റേജിലേക്ക് എത്തുന്ന ഈ മുട്ടൊക്കെ ആകുന്ന സമയത്ത് നമ്മൾ 18-18